നമസ്കാരം പ്രേക്ഷകരെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രണ്ടാം സെമി ഫൈനൽ പോരാട്ടം മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെ കളിത്തട്ടകത്തിൽ നടക്കുകയാണ്. ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം. കഴിഞ്ഞ സെമി നമ്മൾ കണ്ടതാണ്, ഒരു വൺ സൈഡഡ് ഗെയിം ആയിരുന്നു. സൗത്ത് ആഫ്രിക്കയെ നിലം പരിശാക്കി. എന്തുകൊണ്ട് ചോക്കേഴ്സ് എന്ന വിളിപ്പേര് സൗത്ത് ആഫ്രിക്ക നിലനിർത്തുന്നതെന്ന് അവർ വീണ്ടും തെളിയിച്ചു. ഫിന്നലൻ, ടിം സൈഫേർട്ട് എന്ന രണ്ട് പ്രതിഭാശാലികൾ ന്യൂസിലൻഡിന് വേണ്ടി 14 ഓവറിനുള്ളിൽ കളി തീർത്തത് നമ്മൾ കണ്ടതാണ്. ന്യൂസിലൻഡ് അങ്ങ് എടുത്ത് തൂഫാനാക്കി സൗത്ത് ആഫ്രിക്കൻ ബൗളേഴ്സിനെയൊക്കെ എന്ന് പറയേണ്ടി വരും. ഇന്നത്തെ മത്സരം അതുപോലെ തന്നെ നിർണായകമാണ്. ഇന്ത്യക്ക് ജയിച്ചേ മതിയാവൂ. ഫൈനലിൽ കാത്തിരിക്കുന്നത് ന്യൂസിലൻഡാണ്. ആരാകും പോകുന്നത്, ഇന്ത്യയോ ഇംഗ്ലണ്ടോ? നമുക്ക് ചർച്ച ചെയ്യാം. ഒരു പ്രത്യേക സെഗ്മെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഇന്നത്തെ അരമണിക്കൂർ അടുത്ത് വരാൻ പോകുന്നത് നമ്മൾ ഈ മത്സരത്തെക്കുറിച്ച് മാത്രമായിരിക്കും സംസാരിക്കുന്നത്. എന്നോടൊപ്പം ലല്ലു ചേട്ടൻ കൂടി ചേരാം. ലല്ലു ചേട്ടാ, ഇത് പ്രധാനമായിട്ടും ഈ മത്സരം ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചരിത്രങ്ങളുണ്ട്. T20 ലോകകപ്പിൽ തന്നെ ചരിത്രങ്ങളുണ്ട്. പക്ഷേ ചരിത്രങ്ങളുടെ പേപ്പറെല്ലാം മാറ്റി വയ്ക്കുമ്പോൾ സഞ്ജുവിനെ പറ്റി ആദ്യം സംസാരിക്കാം. ലൈഫ് ടൈം ഒരു ഇന്നിങ്സ് കളിച്ചിട്ടാണ് നമ്മുടെ തിരുവനന്തപുരംകാരൻ അടുത്ത ഈ ഇംഗ്ലണ്ടിനെതിരെ കളിക്കാൻ പോകുന്നത്. 50 പന്തിൽ നിന്ന് 97 ഒരു മാജിക്കൽ ഇന്നിങ്സ് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹെവിലി റിലയബിളായി നിൽക്കാൻ പോകുന്നത് സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ആണ്. നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു ATM നിന്ന് പൈസ വരുമ്പോൾ എല്ലാം 500 അങ്ങോട്ട് വരുമെന്ന് വിചാരിക്കരുത്. ഒരു ഇന്നിങ്സ് സഞ്ജു കളിച്ചു. അത് ഈ പറഞ്ഞ പോലെ ഈ സഞ്ജുവിൻ്റെ ലൈഫ് ടൈം ഇന്നിങ്സാണ്. കാരണം മറ്റാരും പെർഫോം ചെയ്യാതിരുന്നൊരു മത്സരത്തിൽ ഒരു ഫസ്റ്റ് ബോൾ തൊട്ട് വിന്നിംഗ് ഷോട്ട് കളിക്കുന്ന ഒരാൾ, അയാൾ ക്രിസിൽ നിന്നു. ഒരു 97 നോട്ട് ഔട്ട് എന്ന ഉഗ്രൻ സ്കോർ വന്നു. അതും ഒരു പ്രഷറും ഇല്ലാതെ ഹർഷ ഭോഗലെയും വിശ്വാസത്തിലേക്ക് പറയുമ്പോൾ സന്യാസിമാർ നിന്ന് ബാറ്റ് ചെയ്തു എന്നുള്ളതാണ്. അത് ഇന്ന് പ്രതീക്ഷിക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് ആഗ്രഹിക്കാം. ആ ഒരു ഫോമും ആ ഒരു ആറ്റിറ്റ്യൂഡും സഞ്ജു തുടരണമെന്ന് ആഗ്രഹിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നൊരു ടോട്ടൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മത്സരമാണ്, അല്ലേ? അത് വെസ്റ്റ് ഇൻഡീസ് അല്ല, ഇംഗ്ലണ്ടാണ് നമുക്ക്. അതായത് എനിക്ക് തോന്നുന്നു ഈ 2020 ക്രിക്കറ്റിൽ ഏതാണ്ട് ഒരേ ആറ്റിറ്റ്യൂഡുള്ള രണ്ട് ടീമുകളാണ് കളിക്കിറങ്ങുന്നത്. അതായത് ഇറങ്ങി അടി എന്ന് പറഞ്ഞാൽ ഇതല്ല, ഈ രണ്ട് ടീമിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇതാണ്. അപ്പോൾ പരീക്ഷിക്കപ്പെടാൻ പോണത് ഈ രണ്ട് ടീമിലെയും ബൗളർമാരാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒന്ന് വാങ്കഡയാണ്. വാങ്കഡെ എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് എത്രത്തോളം പരിചിതമാണോ അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ടീമിനും പരിചിതമായ ഗ്രൗണ്ടാണ്. ഏതാണ്ട് ഇംഗ്ലണ്ട് ടീമിലെ ഇന്നിപ്പോൾ ഇറങ്ങുന്ന ടീമിൽ 6-7 പേര് IPL കളിക്കുന്നവരാണെന്നാകുന്നത്. ഇവർക്കെല്ലാം ഈ കണ്ടീഷൻസ് വളരെ നന്നായിട്ട് അറിയാവുന്ന കളിക്കാരാണ്. പിന്നെ ഒരു അൾട്ടിമേറ്റ് ബാറ്റിംഗ് പിച്ചിലേക്കാണ് ഇന്ന് കളി നടക്കുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബൗളർമാരായിരിക്കും. സഞ്ജുവിനെ സംബന്ധിച്ച് കഴിഞ്ഞ കളിയിലെ ഫോം അത് കണ്ടിന്യൂ ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ലെന്നാണ്. കാരണം കാത്തിരുന്ന് കിട്ടി, അങ്ങനെ ഇത്ര കാലം വെയിറ്റ് ചെയ്ത് കിട്ടിയ ഒരു ചാൻസാണ്, അല്ലെങ്കിൽ ഒരു അവസരമാണ് സഞ്ജു കഴിഞ്ഞ ദിവസം അത് പൂർണ്ണമായിട്ട് വിനിയോഗിച്ചത്. അപ്പോൾ ആ ഒരു ഫോം എക്സ്റ്റെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകും എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. കാരണം ഈ പറഞ്ഞ പോലെ ഈ ഇംഗ്ലണ്ടിൻ്റെ ഒപ്പം നമ്മളിന്നിപ്പോൾ ഏറ്റവും പേടിയോടെ കാണുന്നത് ഇപ്പോൾ ഒരുപക്ഷെ ആർച്ചറാണ്. അത് വേറൊരു പ്രശ്നമുണ്ട്. ആർച്ചർ സഞ്ജു തമ്മിലുള്ള കോൺടെസ്റ്റിൽ സഞ്ജു ഇപ്പോഴും പരാജയപ്പെട്ടിട്ടുള്ളൂ. അവർ രണ്ടും ഒരു ടീമിനാണ് ഈ IPL ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നതും ആർച്ചറിന്റെ ഫ്രണ്ടിൽ സഞ്ജു പരാജയപ്പെടുന്നതാണ് പതിവ്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ആരുടെയൊക്കെ മുന്നിൽ പരാജയപ്പെട്ടോ അല്ലെങ്കിൽ സ്പിന്നിന് മുന്നിൽ സഞ്ജു ഭയങ്കര വീക്കാരെന്ന് നമുക്കറിയാം. പക്ഷെ കഴിഞ്ഞ കളിയിൽ അത് നന്നായിട്ട് ടാക്കിൾ ചെയ്താണ് കഴിഞ്ഞ വെസ്റ്റ് ഇൻഡീസിന്റെ പോയിന്റിലൂടെ അടിക്കുന്നത്. ഇത് നമ്മൾ പോയിന്റിലൂടെ കളിച്ച് സഞ്ജുവിന് വീക്കസ്റ്റ് ആണെന്ന് തരുന്ന പൊസിഷനിലാണ് കളിച്ചത്. സഞ്ജു അങ്ങനെ അധികം സ്വീപ്പ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് അത് ടാക്കിൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് ആർച്ചറിനെ കളിക്കാനും അതുകൊണ്ട് തന്നെ കാരണം അത്ര കോൺഫിഡൻസ് നിൽക്കുന്ന ഒരു കളിക്കാരന് ഇനിയിപ്പോൾ ഏത് ബൗളർ എന്ന് പറഞ്ഞാലും ഒരു പ്രശ്നമാവില്ല. ആർച്ചറിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് നമുക്കറിയാം, നല്ല ഫാസ്റ്റ് ഷോർട്ട് ബോൾ. സഞ്ജുവിൻ്റെ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും വലിയ വീക്ക്നെസ് ആയിട്ട് നമ്മൾ കാണുന്നതും ഈ വരുന്ന ഷോർട്ട് ബോളിൽ അറിഞ്ഞ് മറ്റേ ഇത് രണ്ടുമാണ് സംഭവിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ കളിയിൽ അങ്ങനെ ഒരു ഷോട്ട് പോലും സഞ്ജുവിനെ കണ്ടില്ല എന്നൊരു ആലോചിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് അത്രത്തോളം പ്രിപ്പയർഡും അത്രത്തോളം കോൺഫിഡൻറ്റുമാണ് സഞ്ജുവെങ്കിൽ ഇന്ന് ആർച്ചറും നമുക്കൊരു വിഷയമാണ്. അല്ല, പക്ഷേ ഞാൻ അധികം ചോദിച്ചോട്ടെ, ഇന്നലെ കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു അങ്ങനെ കളിക്കണമായിരുന്നു. ഒരു കാം ഇന്നിങ്സ് വേണമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സഞ്ജു കളിച്ചത്. പക്ഷേ ഈ ഇന്ത്യൻ ടീമിനെ മൊത്തം നമ്മൾ എടുത്തു നോക്കിയാൽ എല്ലാവരും ആദ്യത്തെ ബോൾ അടിക്കുക എന്നുള്ള ലക്ഷ്യമാണ് വരുന്നത്. അപ്പം ഇതേ കളി തന്നെ നമ്മൾ ഇതും പ്രതീക്ഷിക്കണം എന്നാണ് ഇന്നെനിക്ക് തോന്നുന്നു. സാഹചര്യത്തിന് അനുസരിച്ച് ഇപ്പോൾ ആദ്യം ബാറ്റ് ചെയ്യണേ ഈ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടും ഈ ഒരു ആറ്റിറ്റ്യൂഡ്, കാരണം മാക്സിമം സ്കോർ എന്നുള്ളത് ഇതിനകത്ത് രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യം ഈ അഭിഷേക് ശർമ്മയുടെയും ഇഷാൻ കിഷനെയൊക്കെ നമുക്ക്
ഈ വേൾഡ് കപ്പിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അഭിഷേകൻ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇനിയും പറയാറില്ല. ഒരു കളിയിൽ മാത്രമാണ് അഭിഷേക് ഒരു 50 അടിച്ചേക്കുന്നത്. എല്ലാ കളിയിലും ഈ പറഞ്ഞ പോലെ സ്പിൻ ഗണിയിൽ വീഴുന്നൊരു ഒരു പതിവുണ്ടായിരുന്നു. ഇന്നും ഈ വിൽ ജാക്സാണ് ബൗളിംഗ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അത് സൂക്ഷിക്കണം. അപ്പം വിൽ ജാക്സന്റെ കയ്യിൽ അഭിഷേക് വീണുപോയാൽ ഈ പറഞ്ഞ പോലെ ഒരാളവിടെ ആങ്കർ റോളിൽ വേണമെന്നുള്ളത് ഒരു, കാരണം സ്കോർ എത്രയായാലും അത് എൻ്റെ വരെ കഴിഞ്ഞ കളിയിൽ അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇന്നും അങ്ങനെ ഒരു ഷീറ്റ് ആങ്കർ റോളിലേക്ക് സഞ്ജു മാറേണ്ടി വന്നാലും സ്കോർ റൊട്ടേറ്റ് ചെയ്യുക, മാക്സിമം റൊട്ടേറ്റ് ചെയ്ത് കളിക്കുക എന്നുള്ളതായിരിക്കും. ഈ പറഞ്ഞ പോലെ ആദ്യം ബാറ്റ് ചെയ്യണമെങ്കിൽ പക്ഷെ നമുക്കിതൊന്നും നോക്കേണ്ട കാര്യമില്ല. ആദ്യം ബാറ്റ് ചെയ്ത ഒരു നല്ല സ്കോർ, കാരണം ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് തരാൻ വെറുതെ പേപ്പർ നോക്കി നമുക്ക് തലറും സത്യം. ആദ്യ റഷീദൊക്കെ ഇറങ്ങി അടിക്കുന്ന അടി, അപ്പം അതുപോലെ സ്ട്രോങ് ആയിട്ടൊരു ബാറ്റിംഗ് തരാണ്. ഒരു 190, 200+ സ്കോർ എങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും. പാടായിരിക്കും. അതിപ്പോൾ ഏത് ടീമിനാണെങ്കിലും 2 ടീമിനും വേണമെങ്കിലും പാടായി. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് 2 ടീമുകളുടെയും ആദ്യത്തെ 6 ഓവർ വളരെ ക്രൂഷ്യലായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വിൽ ജാക്സ് വരികയാണെങ്കിൽ തന്നെ ആർച്ചറും പവർ പ്ലേയിൽ എറിയും, ഉറപ്പായിട്ടും അറിയാം. 2 ഓവറെങ്കിലും മിനിമം ആർച്ചർ എറിയും. ആ കോൺടെസ്റ്റ് ഇന്ത്യക്ക് ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെ അഭിഷേകും സഞ്ജുവും 6 ഓവർ കടന്നു കിട്ടിയ പിന്നെ ഗെയിം നമ്മുടെ കയ്യിലാണ്. ഡെഫിനറ്റ്ലി. കാരണം ഈ പറഞ്ഞ പോലെ പവർ പ്ലേ എന്നുള്ളത് ഏറ്റവും ക്രൂഷ്യൽ. ഈ പവർ പ്ലേയിൽ ഇന്നർ സർക്കിളിന് മുകളിൽ കൂടെ വാൾ പൊക്കി കളയുന്ന പരിപാടി ഈ അഭിഷേക് ഏറ്റവും നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി അതായിരുന്നു. അഭിഷേകിന് പക്ഷേ വളരെ കൃത്യമായി നമ്മൾ ഇതുവരെ കളിച്ച ടീമുകളിലെല്ലാവരും അഭിഷേകിനെ പഠിച്ചാണ് അഭിഷേകിൻ്റെ ഓരോ വിക്കറ്റ് എടുത്ത് സൗത്ത് ആഫ്രിക്ക പ്രത്യേകിച്ച് സ്ലോ ബോൾസ് ഇട്ടുകൊണ്ടിരുന്നു നിരന്തരം ഇട്ട് പ്രോത്സാഹിപ്പിച്ച് പറ്റിച്ചെടുത്തുകൊണ്ട് പോയതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഓഫ് സ്പിന്നിലും ഈ പേസർമാരെ കളിക്കുന്നതും സ്പിന്നർമാരെ കളിക്കുന്നതും ഭയങ്കര വ്യത്യാസമുണ്ടല്ലോ. അഭിഷേകിന് ഇട്ടുകൊണ്ട് പോയിട്ടുള്ള അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ഏറ്റവും നിർണായകമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് ഉണ്ടായിരിക്കും. കാരണം അഭിഷേക് ശർമ്മ ഫോമിലെത്തിയാൽ നമുക്കറിയാം അവർ ആദ്യത്തെ ഒരു 15 റണ്ണൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അഭിഷേകിനെ പിടിച്ചാൽ കിട്ടാത്ത ബാറ്റ്സ്മാനാണ്. അത്തരത്തിൽ അഭിഷേക് ഇന്ന് ക്രീസിൽ നിന്നാൽ ഒരു ഹ്യൂജ് സ്കോറിലേക്ക് ഇനി പോകും. അതിനകത്ത് ഒരു സംശയം വേണ്ട, ഹ്യൂജ് സ്കോറിലേക്ക് തന്നെ പോകും. അപ്പോൾ അഭിഷേകിനെ എടുക്കുക എന്നുള്ളതായിരിക്കും ഇംഗ്ലണ്ടിൻ്റെ ഇന്നത്തെ, കാരണം ഈ പറഞ്ഞ പോലെ ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളൊന്ന് ഇന്ത്യൻ ടോപ്പ് ഓർഡർ ആയിരിക്കും. ആദ്യത്തെ ഒരു 2-3 വിക്കറ്റ് ഭയങ്കര ക്രൂഷ്യലാണ്. കാരണം ഈ സൂര്യകുമാർ യാദവ്, പിന്നെ തിലക് വർമ്മ, അത് കഴിഞ്ഞ് തിലക് വർമ്മ കഴിഞ്ഞ് പിന്നെ ശിവൻ ദുബെ, ഹാർദിക് പാണ്ഡ്യ, ഇവരൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ നമുക്ക് അത് അനുഭവമുണ്ട്. കഴിഞ്ഞ പല കളികളിലും ഈ ആദ്യത്തെ 2-3 വിക്കറ്റ് പോയതിനു ശേഷം നമ്മളൊന്ന് പമ്മും, നമുക്ക് ആ ഒരു മൊമെൻ്റം കിട്ടത്തില്ല. അപ്പോൾ ആദ്യത്തെ 2-3 വിക്കറ്റുകൾ അല്ലെങ്കിൽ പവർ പ്ലേയിൽ മാക്സിമം 1-2 വിക്കറ്റുകൾ വീഴ്ത്താൻ കഴിഞ്ഞാൽ ആ ഒരു ഒരു ടേക്ക് ഓഫ് കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് ഇംഗ്ലണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സഞ്ജുവിന് ഈ ആർച്ചറിനോടുള്ള ഒരു വീക്ക്നെസ് ഉണ്ടല്ലോ, അതൊക്കെ മുതലാക്കാനുള്ള ശ്രമം ഇംഗ്ലണ്ടിന്റെ ഭാഗത്തുണ്ട്. അതിന് ടാക്കിൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. യെസ്, അത് തന്നെയാണ്. പക്ഷേ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.